പടിഞ്ഞാറേക്കാട്ടിലെ പൊങ്കൽ മഹോത്സവത്തിന്റെ ഭാഗമായി പിരിവിന് ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ മാത്രം ഞങ്ങൾ ജസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിട്ടോ. അത് നോട്ടീസ് കൊടുക്കാനും എല്ലാവരും ക്ഷണിക്കാനും ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അപ്പോൾ അല്ലും കൂടെ കൂടിയായിരുന്നു. പടിഞ്ഞാറേക്കാട്ടിലെ എല്ലാ വീടുകളിലും നമ്മൾ അത്യാവശ്യം നോട്ടീസ് കൊടുത്തവരൊക്കെ അന്നദാനത്തിന് പോലെ വൈകുന്നേരം ഗാനമേളയ്ക്കൊക്കെ വരാൻ വേണ്ടി ക്ഷണിച്ചേ. അപ്പോൾ അല്ലു നല്ല മുന്നോട്ട് ഭയങ്കര ആവേശത്തോടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ വീട്ടിലും കയറി ചെന്ന് അല്ലു ഒരു നോട്ടീസ് കൊടുക്കാനും അതുപോലെ ക്യാഷ് കളക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ വീട്ടിലേക്ക് ഒരുപാട് മാങ്ങ അതുപോലെ ഇരുമ്പമ്പുളിയൊക്കെ വലിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കണ്ടപ്പോൾ വല്ലാത്ത ഓർമ്മയായിട്ടോ പഴയ കാലത്തോട്ട്. അവിടെ നിന്ന് പോരുന്ന വഴിക്കാണ് നമ്മുടെ കോൺവെൻറ്റിലെ മാങ്ങ മരത്ത് നിറയെ മാങ്ങ പഴുത്ത് കണ്ടേ. അപ്പോൾ എല്ലാവരും തന്നെ വലിച്ചിട്ടാ. അപ്പോൾ എല്ലാം കണ്ണിമാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് കഴിക്കാൻ വേണ്ടി കിട്ടി. എല്ലാവരും തന്നെ ഹാപ്പി ആയിട്ട് അതും കഴിച്ച് വീണ്ടും അങ്ങനെ മുന്നോട്ട് നടന്നേ. അങ്ങനെ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് കാരണം ആകെ സ്ഥലകാലം പറഞ്ഞാൽ എല്ലാവരും റോട്ടിൽ കൂടിയും വഴി കൂടിയൊക്കെ കഴിച്ച് നടക്കായിരുന്നേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചിറ്റൂർ ബോയ്സ് സ്കൂളിൽ എത്തിയിട്ട് അവിടെ നടന്നപ്പോൾ നമ്മുടെ ഈ പഴയ നെസ്റ്റാണ് ഞാൻ പഠിച്ച് സ്കൂളിലോട്ട് കയറി. സ്കൂളിൽ കുറച്ച് വശത്തിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഞങ്ങളുടെ ഈ കൂടുതൽ എല്ലാവരും തന്നെ ഇവിടെ കേട്ടോ പഠിച്ചത്. അങ്ങനെ ബോയ്സ് സ്കൂളിൽ ഇപ്പോൾ പോയി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളായി മാറി. അപ്പോൾ ഈ ഒരു വീട്ടിൽ കാർ നമ്പർ ശ്രദ്ധിക്കണം 3052. എല്ലാ വണ്ടിയും 3 വണ്ടിയുണ്ട്. ഈ 3 വണ്ടിക്ക് ഒരേ നമ്പർ കേട്ടോ. KL 70C 3052, KL 70E 3052. അങ്ങനെ വണ്ടിയുടെ നമ്പറൊക്കെ പൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഉച്ചയ്ക്ക് ശേഷം പിന്നെ കോലാക്കളം ഭാഗത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ അല്ലു പിന്നെ മെയിനായി നോട്ടീസ് എടുക്കുന്നു അല്ലു, പൈസ മേടിക്കുന്നു അല്ലു, ക്യാഷ്യറിന് പൈസ കൊടുക്കുന്നു അല്ലു പിന്നെ എല്ലാവരും ക്ഷണിച്ചങ്ങ് തകർക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കോലാക്കളത്ത് ഒരു മധുരമുള്ളൊരു ഓർമ്മ കിട്ടിയേ. അങ്ങനെ അല്ലു ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവരടുത്ത വീട്ടുകാർ അല്ലുവിനെ മധുരം കൊടുത്ത് സ്വീകരിച്ചിട്ടോ. അതായത് പഞ്ചസാര കൊടുത്തിട്ടോ. അതായത് മുട്ടായോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റോ അല്ല ആദ്യമായിട്ട് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള വിചാരിച്ച് അവർ അല്ലുവിന് പഞ്ചസാര കൊടുത്തേ. പടിഞ്ഞാറേക്കാട്ടിലെ പൊങ്കലിനെ സംഭാവന തന്ന എല്ലാവർക്കും തന്നെ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്